നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ +2 ഫെയിൽഡായ കുട്ടികൾക്ക് അടുത്ത വർഷം +1 ഇമ്പ്രൂവ്മെൻറ്റും +2 സെയും ഇത് എഴുതി ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹവും അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ നടക്കേണ്ടതെന്നുള്ളത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. അതിനുള്ള മനസ്സാണ് നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാം. പക്ഷെ ആ മനസ്സുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്താലും എന്തായാലും ഇതിനൊരു വർക്കൗട്ട് ചെയ്യാതെ പണി നടക്കത്തില്ലല്ലോ. ജയിച്ചേ പറ്റൂ. അപ്പോൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട രീതികൾ, ഏത് ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെയാണ് പഠിച്ച് മാർക്ക് കിട്ടേണ്ട രീതിയിൽ കൂടെ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്നെങ്കിൽ ബുദ്ധിമുട്ടിക്കോ, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടിയാൽ പോലും ജയിച്ച് മാറണം. അല്ലാതെ അങ്ങ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയെങ്കിലേ ജയിക്കുള്ളൂ എന്നുള്ള മനസ്സിനെ വരുത്താതെ ഒരുവിധം നമ്മൾ പഠിച്ചാൽ ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഡേറ്റയുടെ ഉൾപ്പെടെ വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഏതൊക്കെ എഴുതുന്നുണ്ടോ അത്രയും 1, 2, 3, 4 ഒക്കെ എഴുതുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റും. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഒരു സബ്ജക്റ്റിനാണെങ്കിലും ഒരു മാർക്കിനുമൊക്കെ തോക്കുന്നത്. നിങ്ങൾ ആ പഠിച്ചപ്പോഴൊന്നും ജയിക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയൊന്നും അല്ലായിരുന്നു മിക്ക കുട്ടികളും പോയത്. തോക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്, അത് സംഭവിച്ചു എന്നുള്ളത് മാത്രം. ഇനി അങ്ങനെയല്ല, ജയിക്കും എന്നുള്ള ഉറപ്പോടുകൂടി വേണം പോകാൻ. ആ രീതിയിൽ കൂടെ നമ്മൾ പഠിച്ച് സെറ്റാവണം. അതിന് എന്തൊക്കെ നമ്മൾ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഓരോ ദിവസം തരുന്ന ക്ലാസ്സുകൾ ഓരോ രീതിയിൽ കൂടെയാണ് കുട്ടികളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനും കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും പഠിക്കാനുള്ളൊരു ആഗ്രഹവും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ക്ലാസ്സുകളും തരും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മൾ ഏത് കാര്യവും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കൊണ്ട് മാത്രം പറ്റില്ല, എല്ലാ കാര്യവും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് സ്റ്റഡി, അതും ഹാർഡ് വർക്കായിട്ടുള്ളത് വേണം ഇപ്പം. ഓക്കെ, എന്തായാലും പഠിത്തം ഏറ്റവും ഹാർഡ് വർക്കായിട്ട് തന്നെ എടുക്കണം. അല്ലാതെ ഒരു സിമ്പിളായിട്ട് സമയം കിട്ടുമ്പോൾ പഠിക്കാം, അത് നമ്മൾ മോശമാണ്. അങ്ങനെ ഉണ്ടാകരുത്. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അതിനു വേണ്ടിയുള്ളൊരു ഹാർഡ് വർക്ക് നിങ്ങൾ ഓരോ ദിവസവും നടത്തിയിരിക്കണം. രണ്ടാമത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ജയിക്കാൻ വേണ്ടിയുള്ള ടോപ്പിക്സുകളെ എവിടെയൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് ഓരോ സബ്ജക്റ്റും ജയിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കണം. ഓക്കെ, ആ പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് ഉറപ്പിക്കണം, ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എക്സാമിന് തൊട്ട് മുമ്പ് പോകുമ്പോൾ എനിക്ക് ഏകദേശം എന്തായാലും ജയിക്കും ഞാൻ, കാരണം ഞാൻ എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ അതിനുള്ളൊരു മരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കൂടെ, അതിനുള്ള രീതിയിൽ കൂടെ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എഴുതുന്നത് ശരിയാവത്തുള്ളൂ. കറക്റ്റായിട്ടൊക്കെ പഠിച്ചു പോയാൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ ഒന്ന് വാടിയാൽ, മീൻസ് ഒന്ന് ഫെയിലായാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ പാടാം. അതുകൊണ്ട് കുറേ ദൂരം പഠിക്കണം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. കുറേ ദൂരം എന്നുദ്ദേശിക്കുന്നത് കുറേ നിങ്ങൾ പഠിക്കണം. അല്ലാതെ ജയിക്കാനുള്ള കറക്റ്റ് പഠിച്ചുകൊണ്ട് പോയാൽ പണി കിട്ടാൻ സാധ്യതയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻ പഠിക്കുക, ആ രീതി നിങ്ങൾ ഉറപ്പായിട്ടും മാറ്റണം. കുഞ്ഞു ക്വസ്റ്റ്യൻസുകളെ മാത്രം പഠിക്കുക എന്നുള്ളത് മാറ്റി അതിൻ്റെ ഏറ്റവും ടോപ്പ് മാർക്ക് വരുന്നതിനെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. ഇപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, മാത്സ് ആണെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ്, ഫിസിക്സ് ആണെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ ഏറ്റവും ടോപ്പ് മാർക്ക് വരുന്നവനെ ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ടും ജയിക്കാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസുകളെ അത് നമ്മളെ ക്ലാസ്സിൽ അറിയാവുന്ന, നമ്മൾ ചെല്ലുമ്പോൾ അറിയാമല്ലോ, കുറേ ദിവസം കുറച്ച് നേരത്തെയൊക്കെ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ചെന്നിട്ട് ഏകദേശം ക്ലാസ്സിൻ്റെ അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കി ആരൊക്കെയാണ് ഒരുവിധം പഠിക്കുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി അവനെ ഫോക്കസ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ കുറച്ച് 1 മാർക്കിൻ്റെയൊക്കെ കിട്ടും. അപ്പം അതും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ 6 മാർക്സ് +1-നും ഉണ്ട്, +2-നും ഉണ്ട്, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 4 എണ്ണം ചോദിക്കുന്നുണ്ട്, 4 എണ്ണം ഇവിടെയും 4 എണ്ണം ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് 3 എണ്ണം എഴുതി 18 മാക്സിമം കിട്ടും. ജയിച്ചു, ജയിച്ചല്ലോ, 3 എണ്ണം എഴുതിയാൽ ജയിച്ചില്ലയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും പഠിക്കണ്ടായല്ലോ, 3 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയാൽ മതി, ശരിയല്ലേ? പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പിച്ച് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 4 എണ്ണത്തിൽ ഉറപ്പിക്കണം 2 എണ്ണം. +1-ലാണേലും +2-ലാണേലും 2 എണ്ണം ഉറപ്പിക്കണം കേട്ടോ, ഉറപ്പിക്കണം, കിട്ടും. അപ്പം 4 എണ്ണം ഉണ്ട്, 4 ചാപ്റ്റേഴ്സ്. അതിനുള്ളിൽ നിന്ന് 3 എണ്ണമേ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ.
പക്ഷേ 2 നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആർക്കുമേ പേടിക്കേണ്ട, ഉറപ്പിച്ച് ജയിപ്പിച്ച് തരും. ഇതേപോലെ മറ്റുള്ള സബ്ജക്റ്റുകളും. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 3 സബ്ജക്റ്റ് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രിയെ ജയിക്കാനുള്ള എല്ലാ വഴിയും ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനുള്ള രീതിക്കുള്ള ക്ലാസ്സുകൾ തന്ന് ജയിപ്പിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ എളുപ്പം ജയിക്കാനുള്ള സംഭവം ശരിയാ. 3 എഴുതിയ ജയിച്ചു, ശരിയല്ലേ? അപ്പം നമ്മൾ 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് പറ്റുമോ? അതില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള മരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തായാലും 2 ഉറപ്പിക്കണം, ഇവിടുന്ന് 2 ഉറപ്പിക്കണം. അപ്പോൾ 12 മാർക്കായി. ഓക്കെ, 12 മാർക്കായി. ഇത് നമുക്ക് ഉറപ്പിക്കാൻ വേണമെങ്കിൽ അങ്ങ് കുറഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മാർക്ക് പോട്ടെ. അല്ല, ഞാനങ്ങ് പറഞ്ഞുള്ളൂ 12 കിട്ടിയില്ല, 10. അപ്പോൾ ഒരെണ്ണം വേണം വിട്ടേക്കുക. ഓക്കെ, 4 3 എഴുതിയാൽ നമുക്ക് ഓക്കെയാ. പക്ഷേ 2 എഴുതിയുള്ളൂ, 12 കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്ക് ചിലപ്പോൾ 12 കിട്ടാം, ചിലപ്പോൾ 10 കിട്ടാം. ബാക്കി നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലേ മോനെ? 1 മാർക്ക് ക്വസ്റ്റ്യൻസുകൾ ഈ 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസുകളിൽ ഒരു 10 തൊട്ട് 15 ക്വസ്റ്റ്യൻസ് വരെയും ഒറ്റ ലൈനിൽ ആൻസർ വരുന്ന 1 മാർക്കാണ്. അതിനുള്ളിൽ നിന്നും ഒത്തിരി ഒന്നും വേണ്ട, 4 എണ്ണം, വെറും 4 എണ്ണം നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ 12 ഞാൻ 10 എടുക്കുന്നുള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യന് ഒരു 4 എണ്ണം. അപ്പോൾ എത്രയും മോനെ? 14 ആയി. ഇനി നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻസുകൾ 3ൻ്റെയും 4ൻ്റെയും 2 മാർക്കിൻ്റെ വെച്ചുകൊണ്ട് ഒരു 2 എവിടെയെങ്കിലും കിട്ടിയാൽ ജയിച്ചു മോനെ. 18 ഒരു 4 മാർക്കിടെ. അപ്പോൾ ജയിക്കാനുള്ള വഴി അതെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഏതാണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇങ്ങനെ വേണം ഞാൻ ഒരു സബ്ജക്റ്റിനെ ജയിക്കാൻ. നിങ്ങൾക്ക് അതേപോലെ ഫിസിക്സും കെമിസ്ട്രി എല്ലാം നിങ്ങൾക്ക് അതേപോലെ പഠിച്ചാൽ വളരെ സിമ്പിളാണ്. പക്ഷെ ഒരു ഊഹമൊന്നും ഇല്ലാതെ, ഒരു പ്ലാനും ഇല്ലാതെ, എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഇത്തിരി പഠിച്ച് ഒന്നുമേ കംപ്ലീറ്റ് അല്ലാതെ പോയാൽ ഇനിയും നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ നിങ്ങൾ ഒരിക്കലും ഇനിയും തയ്യാറാവല്ല. ഉറപ്പായിട്ടും ജയിക്കാൻ വേണ്ടി തന്നെ വേണം പഠിച്ചു തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയാണ് നിങ്ങളെത്തിയത്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകളെല്ലാം ഓരോന്ന് വരുന്നത് കാണുക. നിങ്ങൾക്ക് എപ്പോഴും കറക്റ്റായിട്ട് എക്സാം വരെ നിങ്ങളെ അതേ ലെവലിൽ നിർത്തണം. അതാണ് പവർഫുള്ളായിട്ട് നിർത്തണം. ഇത്തിരി പോലും താഴോട്ട് പോവാതെ നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം നമ്മളത് ജോയിൻ ചെയ്യുന്നവരോ ജയിപ്പിക്കുക എന്നുള്ളത് പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതും തന്നുകൊണ്ട്. അപ്പോൾ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ മക്കളെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള അടിപൊളി മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.